ഹലോ ഡിയോസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റൗണ്ട് 4 ആണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം കഴിഞ്ഞ പറഞ്ഞ സെയിം 1 ഡബിൾ ക്രോഷേ, അഗൈൻ 1 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 1 ഡബിൾ ക്രോഷേ, ആ സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 3 ചെയിൻ ചെയ്തിട്ട് നമ്മുടെ പാറ്റേൺ തിരിക്കുക. ആ 3 ചെയിൻ എന്നുള്ള ഒരു ഡബിൾ ക്രോഷയാണ്. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, 1 2, അഗെയിൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, ഓവർ ഹുക്ക് ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴത്തുള്ള 3 ഒരെണ്ണത്തിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ടല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്, കഴിഞ്ഞ റോയിൽ ചെയ്തത്. അപ്പോൾ ഇനി ഫ്രണ്ട് ഭാഗം കഴിഞ്ഞ റോ ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ബാക്കിലൂടെ എടുക്കുക, ഈ സെയിം പാറ്റേൺ ബാക്കിലൂടെ എടുക്കുക. ഞാൻ കാണിച്ചു തരാം. ആ ബാക്കിലൂടെ എടുത്തിട്ട് അവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. എങ്കിലേ നമ്മുടെ പാറ്റേൺ അവിടെ എന്താവുള്ളൂ, അവിടെ എടുത്ത് കാണിക്കുള്ളൂ. ഇവിടെയും അവിടെയും കൂടി ആവുമ്പോൾ പാറ്റേൺ കറക്റ്റ് ആവില്ല. ഓക്കെ, അഗൈൻ ഡബിൾ ക്രോഷേ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കുറച്ചെണ്ണം ഇവിടെ കാണിക്കാം. ഓക്കെ, എന്നിട്ട് ആ റൗണ്ട് ഫുൾ ചെയ്യാം. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഇടരുത്, ബാക്കിലൂടെ ഇട്ടിട്ട് അഗൈൻ ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഓരോ ആ 2 നമ്മളിപ്പോൾ ചെയ്ത 2 റോയിലത്തത് ഓരോ ഡബിൾ ക്രോഷേ ഉള്ളത് ഇങ്ങനെ എടുത്ത് കാണിക്കും. അതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ പാറ്റേൺ. താഴെ വരെ അതിങ്ങനെ എടുത്ത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സെയിം ഇത് തന്നെ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ആ റോ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി നെക്സ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ.